ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ബേസിക്കുമാണ്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 8 പാർട്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻസ് ഇൻ എ സെന്റൻസ്. ദീസ് പാർട്സ് ആർ നോൺ ആസ് പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു സെന്റൻസിലെ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ വാക്കുകളെ 8ആയി തരംതിരിച്ചിരിക്കുന്നു. ഈ തരംതിരിവിനെയാണ്, അതായത് ഈ പാർട്സിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. എന്തൊക്കെയാണത് നമുക്ക് നോക്കാം. 1 നൗൺ, 2 പ്രൊനൗൺ, 3 അഡ്ജക്റ്റീവ്സ്, 4 വേർബ്, 5 അഡ്വേർബ്, 6 പ്രിപ്പോസിഷൻസ്, 7 കൺജങ്ഷൻസ്, 8 ഇന്റർജെക്ഷൻസ്. ഈ 8 കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട്. 1 നൗൺ. എന്താണ് നൗൺ? It is a word that indicates the name of a person, a place or a thing. നൗൺ എന്താണ്? ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ ലോറൻസ്. ലോറൻസ് ഒരു പേരാണ്. തൊടുപുഴ ഒരു പേരാണ്. ആപ്പിൾ അല്ലെ, ഒരു ഫ്രൂട്ടിന്റെ പേരാണ്. പ്രധാനമായിട്ടും നൗണ് 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 പ്രോപ്പർ നൗണും 2 കോമൺ നൗണും. ഈ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് പേര് പറയുന്നതാണ്. മിസ്റ്റർ ജോൺ അല്ലേ, ആ ജോൺ എന്ന പേരിന് വേറൊന്നുമില്ല, അപ്പൊ ജോൺ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഒരു പ്രോപ്പർ നൗൺ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. തൊടുപുഴ എന്ന് പറഞ്ഞാൽ ആ സിറ്റിക്ക് തൊടുപുഴ എന്ന് മാത്രമേ അറിയപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ പ്രോപ്പർ നൗൺ ആണെന്ന് പറയും. ആപ്പിൾ ഒരു പ്രോപ്പർ നൗൺ ആണ്. എന്താണ് കോമൺ നൗൺ? മെൻ എന്ന് പറയുന്നൊരു കോമൺ നൗൺ ആണ്. ജോൺ ഒരു മാൻ ആണ്. ജിജോ, ലോറൻസ് ഇവരൊക്കെ മാൻ ആണ്. അതുകൊണ്ട് മെൻ ഒരു കോമൺ നൗൺ ആണ്. നമുക്കിത് പലതിനും ഉപയോഗിക്കാൻ പറ്റും. സിറ്റി, ബാംഗ്ലൂർ ഒരു സിറ്റിയാണ്. ഹൈദരാബാദ് ഒരു സിറ്റിയാണ്. തൊടുപുഴ, എറണാകുളം ഇതൊക്കെ സിറ്റിയാണ്. അപ്പം സിറ്റി ഒരു കോമൺ നൗൺ ആണ്. 2 പ്രൊനൗൺ. എന്താണ് പ്രൊനൗൺ? ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ നൗൺ. ഒരു സെന്റൻസിൽ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് പ്രൊനൗൺ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ജോൺ വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. ഹി വാസ് വെരി സിക്ക്. ജോൺ നൗൺ ആണ്. ജോൺ വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. അപ്പൊ അടുത്ത സെന്റൻസിൽ ഹി വാസ് വെരി സിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഹി ആണ് പ്രോണൗൺ. അതൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കൊണ്ട് മനസ്സിലാവും. രാജു പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ, സോ ഹി വാസ് വെരി ടയേർഡ് നൗ. കണ്ടോ, രാജു എന്ന് പറഞ്ഞ നൗണിനെ നമ്മൾ ഹി എന്ന് പറഞ്ഞ പ്രോണൗൺ ഉപയോഗിച്ചാണ് അടുത്ത സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു സെന്റൻസിൽ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് പ്രോണൗൺ. നിങ്ങൾക്ക് ലളിതമായിട്ട് മനസ്സിലാകുന്നില്ലേ കാര്യങ്ങൾ? അടുത്തത് അഡ്ജക്റ്റീവ്സ്. എന്താണ് അഡ്ജക്റ്റീവ്സ്? ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് ടെൽ സംതിങ് അല്ലെങ്കിൽ ഗിവ് സം ഇൻഫർമേഷൻ എബൌട്ട് എ നൗൺ. നൗൺ നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. നൗൺ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഈ നൗണിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നൽകുന്നതോ അല്ലെങ്കിൽ അതിനെ വർണ്ണിക്കുന്നതോ ആയിട്ടുള്ള മറ്റൊരു വാക്കാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അഞ്ജു ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. കണ്ടോ, അഞ്ജു നൗണാണ്. അഞ്ജുവിനെ നമ്മൾ വർണ്ണിക്കുകയാണ്. അഞ്ജു ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പം ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവ്. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം അഞ്ജു ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ അഞ്ജു നൗണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. സ്കൈ ടവർ ഈസ് എ ബിഗ് ബിൽഡിംഗ്. സ്കൈ ടവർ നൗണാണ്. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ സ്കൈ ടവറിനെ അത് വലിയ ഒരു ബിൽഡിംഗ് ആണ് എന്ന് പറയുന്നതാണ്. സ്കൈ ടവർ ഈസ് എ ബിഗ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ബിഗ് അഡ്ജക്റ്റീവ് ആണ്. അടുത്തത് 4ാമത്തത് വേർബ്. വേർബിൻ്റെ ഒരു ഫുൾ സെപ്പറേറ്റ് ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ജിജോ ലോറൻസ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. എന്നാൽ പോലും ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് വേർബിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ഓഫ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. Verb is a word that indicates an action or a state of being. എപ്പോഴും നമുക്ക് എല്ലാവർക്കുമുള്ള സംശയമാണ്, അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്നവർക്കുള്ളൊരു സംശയമാണ്, വേർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ മാത്രമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ശരിക്കും വേർബ് എന്താണ്? വേർബ് ഇസ് എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് എൻ ആക്ഷൻ ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ കുറിച്ച് ആരും പഠിക്കുന്നില്ല. ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഷീ വാസ് സാഡ്, ഹീ ഈസ് ഹാപ്പി, ഹീ പ്ലേസ് ക്രിക്കറ്റ് ഡെയിലി, ദേ ഹിറ്റ് ഹിം, ഹീ ക്രൈസ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വേർബ്? ഷീ വാസ് സാഡ് എന്നതിനകത്ത്
വാസ് ആണ് വേർബ്. ഇതെങ്ങനെയാണ് ഈ വാസ് വേർബ് ആയത്? ഇതൊരു പ്രവൃത്തിയല്ലല്ലോ, വാസ് പ്രവൃത്തിയാണോ? അല്ല. ഹീ ഈസ് ഹാപ്പി, അപ്പം ഈസ് ഒരു പ്രവൃത്തിയാണോ? അല്ല. ഹീ പ്ലേസ് ക്രിക്കറ്റ് ഡെയിലി, പ്ലേസ് പ്രവൃത്തിയാണ്, അതുകൊണ്ട് നമ്മൾ പറയാം അത് വേർബാണ്. പക്ഷെ ഈസും വാസും വേർബാണോ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. വേർബ്സ് 2 തരത്തിലുണ്ട്. ഒന്ന് ആക്ഷൻ വേർബും 2 വേർബ് ഓഫ് ബീയിങ്ങും. അതായത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് വേർബാകാം, അതുപോലെ തന്നെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്ക്. ഹീ ഈസ് സാഡ്, അപ്പം ഹീ ഈസ് ബീയിങ് സാഡ് എന്ന് നമുക്ക് പറയാലോ. ഹീ ഈസ് ഹാപ്പി, ഹീ ഈസ് ബീയിങ് ഹാപ്പി എന്ന് നമുക്ക് പറയാലോ. അതുകൊണ്ട് ഈസ് ആണ് അവിടുത്തെ വേർബ്. ഹാപ്പി ഒരു ഫീലിങ്സ് ആണ്, അതൊരു പ്രവൃത്തിയല്ല. കണ്ടോ? അപ്പം വേർബ് ടൈപ്പ് 2 ആണുള്ളത്. ഒന്ന് ആക്ഷൻ വേർബും 2 വേർബ് ഓഫ് ബീയിങ്ങും. പിന്നെ വേർബ് ഫോംസ് 5 വേർബ് ഫോംസ് ഉണ്ട്. പലരും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. യൂണിവേഴ്സലായിട്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ബേസ് ഫോം ഉണ്ട് വേർബിൻ്റെ. പിന്നെ V1 പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബ് ആണ്. V1 എന്ന് യൂണിവേഴ്സലി പഠിപ്പിക്കുന്നത്. പലരും പല രീതിയിൽ പറയും. അത് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് വരും, പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബ് വരും. അതാണ് V1 പ്രസൻറ്റ് ഫോം. യൂണിവേഴ്സലി പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. V2 പാസ്റ്റ് ഫോം, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് V4 പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ഫോം വെച്ച് നമ്മൾ വേർബിനെ ഉപയോഗിക്കുന്നതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേർബ് എന്താണെന്ന് മനസ്സിലായി. വേർബിൽ എന്തൊക്കെ 2 ടൈപ്പ് വേർബ്സ് ഉണ്ട്. ആക്ഷൻ വേർബ് ഉണ്ട്, വേർബ് ഓഫ് ബീയിങ് ഉണ്ട്. 5 ഫോം ഓഫ് വേർബ്സ് ആണുള്ളത്. ആദ്യം ബേസ് ഫോം ഓഫ് ദ വേർബ്, പിന്നെ സിമ്പിൾ പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബ്. അതിനകത്ത് സിംഗുലർ സബ്ജക്റ്റ് ഗോസ് വിത്ത് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ഗോസ് വിത്ത് പ്ലൂറൽ വേർബ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഉണ്ട്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ഈറ്റൺ, ഗിവൺ, ഇതൊക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. 4 പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് ING ഫോം. വേർബിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഫോം, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇതിലും വ്യക്തമായിട്ട് ഞാൻ വേർബ് ഫോംസ് ആൻഡ് വേർബ്സ് എന്ന് മാത്രം ഞാൻ വേർബ് ടൈപ്സ് ആൻഡ് വേർബ് ഫോംസ് എന്ന് മാത്രം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ജിജോ ലോറൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് അതുണ്ട്. ലേൺ വിത്ത് ലോറൻസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിനകത്തും അതുണ്ട്. നിങ്ങളത് പഠിക്കണം. ഈ ഗ്രൂപ്പിനകത്ത് ഞാനത് ഇട്ടിട്ടുണ്ട്. ഇനി 5ാമത് അഡ്വേർബ്. എന്താണ് അഡ്വേർബ്? ഇറ്റ് ഈസ് എൻ വേർഡ് ദാറ്റ് മോഡിഫൈ എ വേർബ്, എൻ അഡ്ജക്റ്റീവ് ഓർ അനദർ അഡ്വേർബ്. ഞാൻ ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഉദാഹരണം, ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. കണ്ടോ? ഷീ സിങ്സ് എന്ന് പറഞ്ഞാലും മതി. ആ പ്രവൃത്തിയെ നമ്മൾ ഇച്ചിരിയും കൂടെ വിശേഷണം ചേർത്ത് പറയുകയാണ് സിങ്സ് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ ബ്യൂട്ടിഫുള്ളി എന്ന വാക്കാണ് അഡ്വേർബ്. ഹീ പ്ലേസ് ക്രിക്കറ്റ് കെയർഫുള്ളി. കണ്ടോ? ഹീ പ്ലേസ് കെയർഫുള്ളി, അഡ്വേർബ്. ഹീ പ്ലേസ് ക്രിക്കറ്റ് സീരിയസ്ലി. സീരിയസ്ലി, പ്ലേസ് സീരിയസ്ലി, അഡ്വേർബ്. മറക്കരുത്. അഡ്ജക്റ്റീവ്സ് നിങ്ങൾ മറക്കാൻ പാടുള്ളൊരു കാര്യമുണ്ട്. നൗണിനെ കുറിച്ച് ഇൻഫർമേഷൻസ് തരാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അഡ്വേർബ് എന്താണ്? ഇറ്റ് മോഡിഫൈസ് എ വേർബ്, അഡ്ജക്റ്റീവ് ഓർ ആൻ അഡ്വേർബ് ഇറ്റ് സെൽഫ്. ഓക്കെ, എനിക്ക് നിങ്ങൾ അഡ്വേർബ് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഈ വീഡിയോ ഒന്നും കൂടെ ബാക്കിലോട്ട് അടിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അഥവാ മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ഒരു കമൻ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലോട്ട് ലേൺ വിത്ത് ലോറൻസ് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലോട്ട് ഒരു മെസ്സേജ് അയയ്ക്കുക. ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക്. 6ാമത് പ്രിപ്പോസിഷൻസ്. എന്താണ് പ്രിപ്പോസിഷൻസ്? It is a word that shows the relationship between 2 words in a sentence. ഒരു സെന്റൻസിലെ 2 വാക്കുകളുടെ ബന്ധം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് പ്രിപ്പോസിഷൻസ്. ഉദാഹരണം ഞാൻ പറയാം. അഞ്ജു വാസ് ബോൺ ഇൻ കേരള അറ്റ് പാല. ബോൺ ഇൻ കേരള. കണ്ടോ? ബോണിനും കേരളത്തിനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഇന്ന്. അപ്പം ഇന്നൊരു പ്രിപ്പോസിഷനാണ്. അതുപോലെ അഞ്ജു വാസ് ബോൺ ഇൻ കേരള അറ്റ് പാല. കേരള എന്ന വാക്കിനും പാല എന്ന വാക്കിനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് അറ്റ്. ബോൺ ഇൻ കേരള അറ്റ് പാല. കേരളത്തിലെ പാലായിലാണ് അഞ്ജു ജനിച്ചത് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അറ്റ്. അപ്പം ഈ ഇന്നും അറ്റുമാണ് പ്രിപ്പോസിഷൻസ്. എക്സാമ്പിൾസ് ഞാൻ പറയാം. വളരെ പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻസ്: ഇൻ, അറ്റ്, ഓൺ, ഓഫ്, വിത്ത്, ബൈ.
അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പം ഞാൻ ഈ പ്രിപ്പോസിഷനെ കുറിച്ച് ഒരു 8 മിനിറ്റ് ദൈർഘ്യം ഒരു ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഓൾ ഇൻ്റർനാഷണൽ മലയാളി നഴ്സസ് അസംബ്ലി എന്ന് പറഞ്ഞ ഈ നമ്മുടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലും ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അതിനകത്ത് നിന്ന് എടുത്ത് കാണുക, പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോവുകയാണെങ്കിൽ ലേൺ വിത്ത് ലോറൻസിനകത്ത് പോവുകയാണെങ്കിൽ അതിനകത്ത് ഈ പ്രിപ്പോസിഷൻ്റെ ക്ലാസ്സുകളുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്ത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോന്ന് പഠിച്ച് പോകാവുന്ന രീതിയിൽ പ്രിപ്പോസിഷൻ്റെ ക്ലാസ് കൃത്യമായിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇതെല്ലാം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ച് പഠിക്കണം. ഇനി അടുത്തത് കൺജങ്ഷൻ. എന്താണ് കൺജങ്ഷൻ? ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് ജോയിൻസ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സെന്റൻസ്. വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, സെന്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ഫ്രേസസ് തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. Interjection. It is a sound that expresses our strong feeling. Oh, what a beautiful place. Oh, it's painful. Oh, it's painful. എന്ന് പറയത്തില്ലേ, അതാണ് ഇൻറ്റർജെക്ഷൻ. നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചസ് മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ബേസ്, ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ബേസ് ഇതാണ്. നൗൺ. എന്താണ് നൗൺ? നിങ്ങൾക്കിപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. നിങ്ങൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. ഈ ഏറ്റവും ബേസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചു.